കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ്എഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. മാർച്ചിൽ ജലപീരങ്കി പ്രയോഗം. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ്എഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് വിസിയുടെ ചേംബറിലേക്ക് ഓടിക്കയറാനുള്ള ശ്രമങ്ങൾ. അതാണ് തത്സമയ ദൃശ്യങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ്എഫ്ഐ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന പോലീസ്. വിവിധ സർവകലാശാലകളിലേക്ക്, നേരത്തെ കണ്ണൂർ സർവകലാശാലയിലേക്കും കാലിക്കറ്റ് സർവകലാശാലയിലേക്കും എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ച് ഏത് രീതിയിലായിരുന്നു എന്ന് നമ്മൾ തത്സമയ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ ഇതാ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാൻസലർ കൂടിയായ ഗവർണറുടെ RSS അജണ്ട സ്വന്തം താല്പര്യപ്രകാരം വിസിമാരെ സർവകലാശാലകളിലേക്ക് നിയമിച്ച വിസിമാരിലൂടെ RSS അജണ്ട സർവകലാശാലകളിൽ നടപ്പാക്കാനുള്ള തീരുമാനത്തിനെതിരെ, നടപടിക്കെതിരെ പ്രതിഷേധ മാർച്ചുമായാണ് എസ്എഫ്ഐ ഇന്ന് വിവിധ സർവകലാശാല ആസ്ഥാനങ്ങളിലേക്ക് തെരുവിലിറങ്ങുന്നത്. വിദ്യാർത്ഥികളുടെ ന്യായമായിട്ടുള്ള പ്രതിഷേധം, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ചാൻസലറുടെ നടപടി അത് ഏത് രീതിയിലും ഏത് വില കൊടുത്തും തടയുമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ്, കൈ ചുരുട്ടി മുഷ്ടി ചുരുട്ടി ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് എസ്എഫ്ഐ പ്രവർത്തകർ, വിദ്യാർത്ഥി പ്രവർത്തകർ വിവിധ സർവകലാശാല ആസ്ഥാനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗങ്ങളിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് കേരള സർവകലാശാല ആസ്ഥാനത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. മാനസ മനോജ് കൂടെ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മാനസ, പറയൂ വിശദാംശങ്ങൾ. വിനിഷ, കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ആരംഭിച്ച മാർച്ചാണ് ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. എസ്എഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം വിസിയുടെയും അതോടൊപ്പം തന്നെ ഗവർണറുടെയും ഈ RSS വൽക്കരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് അരങ്ങേറിയിരുന്നു. ഒപ്പം തന്നെ ഇവർ പ്രധാനമായും സൂചിപ്പിക്കുന്നത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിലേക്ക് ഗവർണറും അതോടൊപ്പം തന്നെ ഗവർണറെ പിന്താങ്ങി വിസിമാരും നിലകൊള്ളുന്നു എന്നുള്ളതാണ്. കേരള അതോടൊപ്പം തന്നെ കാലിക്കറ്റ് സർവകലാശാലകളിലുള്ള വിസിമാർ ഇതേ രീതിയിലുള്ള പ്രവണത കാണിക്കുകയാണ്. അതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് ഇന്ന് കേരള അതോടൊപ്പം തന്നെ കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിൽ ഈ എസ്എഫ്ഐ മാർച്ചുമായി എത്തിയിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു പ്രവണത ഇല്ലാതാകുന്നതുവരെ ഇത്തരത്തിലുള്ള സമരം നടത്തും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കേരള സർവകലാശാല വിസിയുടെ പ്രവർത്തന രീതികൾ, അതായത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഗവർണറുടെ ആ ഒരു RSS വൽക്കരണത്തിന് കൂട്ടുനിൽക്കുക, ഗവർണറെ പ്രീതിപ്പെടുത്താനായി RSS വൽക്കരണത്തിനായി സർവകലാശാലകളെ ഉപയോഗിക്കുക, ഒപ്പം തന്നെ സേവാഭാരതിയുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുക, അതിന് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. ഇതിനൊക്കെയും തന്നെയുള്ള ഒരു പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഈ 3 സർവകലാശാലകളിലായി നടത്തുന്നത്. കണ്ണൂരും മലപ്പുറത്തും നേരത്തെ മാർച്ച് ഉണ്ടായിരുന്നു. പിന്നാലെയാണ് കേരള സർവകലാശാലയിലേക്ക് ഇപ്പോൾ നിരവധി പ്രവർത്തകർ അണിനിരന്നുള്ള മാർച്ച് എത്തിയിരിക്കുന്നത്. മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. സർവകലാശാലയിലേക്ക് ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള സംഘർഷമൊക്കെയും ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഇതേ രീതിയിലുള്ള പ്രവണത തുടരുകയാണെങ്കിൽ വിസിക്കും അതോടൊപ്പം തന്നെ ഗവർണർക്കും എതിരെയുള്ള ഈ ഒരു പ്രതിഷേധം ശക്തമായി തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ്. നിലവിൽ സമരവുമായി മുന്നോട്ട് പോവുകയാണ്, ശക്തമായ മാർച്ചുമായി മുന്നോട്ട് പോവുകയാണ്. പ്രവർത്തകരെല്ലാം തന്നെ സർവകലാശാല ആസ്ഥാനത്തേക്ക് കടക്കുകയാണ്. ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് കടക്കുകയാണ്. വിനിഷ.